ഹായ് ഓൾ അസ്സാം വലൈക്കും. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ചക്ക വെച്ചിട്ടുള്ള ഒരു കിടിലൻ റെസിപ്പിയാണ് കേട്ടോ. ചക്കയും ശർക്കരയും തേങ്ങയും ഒക്കെ മാത്രമേ ഉള്ളൂ, അധികമായിട്ടൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ്. 5 മിനിറ്റ് കൊണ്ട് ഇത് തയ്യാറാക്കി എടുക്കാനും പറ്റും. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കണ്ടോക്കാം. ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചക്കപ്പഴം തൊലിയൊക്കെ കളഞ്ഞ് അടുത്തൊരു കുരുവൊക്കെ കളഞ്ഞിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊരു 10 സെക്കൻഡ് നേരം ഒന്ന് അടിച്ചിട്ടെടുക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഒരു പേസ്റ്റ് രൂപത്തിൽ കിട്ടും. അത് നമുക്ക് ഒരു ചട്ടിയിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ടൈമിൽ തീ കത്തിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പിന്നെ അതിലേക്ക് ഒരു 3 കട്ട ശർക്കര, 2 ഏലക്കായും കറാമ്പൂവ് ഇട്ടിട്ട് അലിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ശർക്കര പാനിയാക്കി എടുത്തിട്ടുണ്ട്. അത് ചക്കപ്പഴത്തിൻ്റെ മധുരത്തിനനുസരിച്ചിട്ടുള്ള ശർക്കര നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. മധുരം നല്ലുള്ളതാണെങ്കിൽ 2 കട്ട ശർക്കരയൊക്കെ മതിയാവും. അത് ഉരുക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് തീ ഓണാക്കി വെക്കുക കേട്ടോ. ഇനി ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് നമുക്ക് ഇതുപോലെ ഇങ്ങനെ വഴറ്റിയിട്ട് എടുക്കുക, കുറുക്കിയിട്ടെടുക്കുക. അങ്ങനെ ഇത് കുറച്ച് തിക്കായിട്ട് കിട്ടണം. ഈ ടൈമിൽ തന്നെ നല്ലൊരു മണമൊക്കെ വരും കേട്ടോ. ഈ ചക്ക പഴുത്തതിൻ ശർക്കരയും ഏലക്കായൻ്റെയും ഒക്കെ പാടായിട്ട് നല്ലൊരു അടിപൊളി മണമൊക്കെ വരും. അപ്പോൾ തന്നെ കഴിക്കാൻ തോന്നും കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഈ ഒരു പരിവായി വരുമ്പോൾ നമുക്ക് ഒരു അരമുറി തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കാം കേട്ടോ. തേങ്ങ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതും കൂടെ ആയിട്ട് ഒന്നും കൂടെ ഒന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക. ഇനി അധികം പണിയൊന്നുമില്ല കേട്ടോ. എന്നെ പോലെ മടി പിടിച്ചിരിക്കുന്ന ആൾക്കാർക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ, ചക്ക വെച്ചിട്ട്. അപ്പോൾ ഇനി ഇത് ചട്ടിയിൽ ഇതുപോലെ ഇങ്ങനെ വിട്ട് വരുന്ന ടൈം ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടെടുക്കുകയാണ്. അപ്പോൾ വെറും 5 മിനിറ്റ് കൊണ്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഈ ചക്ക റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത് എത്രത്തോളം ടേസ്റ്റിയാണെന്നുള്ളത്. അപ്പോൾ കുട്ടികൾക്കും ഒക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കുക. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്